ആപ്പിളിൻ്റെ ലാസ്റ്റ് 2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നമുക്കറിയാം iOS 17.4ഉം 17.4.1 ഈ 2 അപ്ഡേറ്റുകൾക്ക് ശേഷം കോമൺ ആയിട്ട് ധാരാളം യൂസേഴ്സ് തന്നിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഡിവൈസ്, അതായത് നമ്മുടെ ഐഫോൺ ഓവർ ഹീറ്റ് ആവുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഐഫോൺ ഓവർ ഹീറ്റ് ആകുന്നത്? വെറുതെ ഓവർ ഹീറ്റ് ആകത്തില്ല, അതിന് പുറകിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ കാണും. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, ഓവർ ഹീറ്റ് ആവുന്ന ഐഫോൺ അല്ലെങ്കിൽ ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഡിവൈസ് ഓവർ ഹീറ്റിൻ്റെ കാരണങ്ങളും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ എല്ലാം ഐഫോണുകൾ ഓവർ ഹീറ്റ് ആകുന്നതിൻ്റെ പുറകിലുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത് ഒന്നുമല്ല ഇതിനകത്ത് പുറകിലുള്ള പ്രോബ്ലം. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചെറിയ കാര്യമാണ്, അതായത് എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഡിവൈസ് യൂഷ്വലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഹീറ്റാണെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആണ്. അതായത് പല ഇൻഡെക്സിങ്ങും പല കാൽക്കുലേഷൻസും ഒക്കെ നമുക്ക് ഓരോ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസിൽ നടക്കും. അത് നമ്മൾ കാണാൻ സാധിക്കില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പല ആളുകളും കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ്, അപ്ഡേറ്റ് ചെയ്തു എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു എന്നുള്ള കാര്യം. ഇത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ പുറകിൽ നടക്കുന്ന പല ഇൻഡെക്സിംഗ് ആണ്, പല കാൽക്കുലേഷൻസ് ആണ്. ഇങ്ങനെയുള്ള പല ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസും നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ടൈമിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന ആ ഒരു 1-2 ദിവസത്തേക്ക് നമ്മുടെ ഡിവൈസ് ഹീറ്റ് ആകുന്ന യൂഷ്വലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ആകുന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ചാർജിങ് ടൈമിലാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് അത് നോർമലാണ്. എല്ലാ ഐഫോണും, ഒരു ഐഫോണിന് മാത്രമല്ല അല്ലെങ്കിൽ 15 മാത്രമല്ല, എല്ലാ ഐഫോണുകളും ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആകും. അത് വളരെ വളരെ മൈൽഡായിട്ട് മാത്രമേ, ചെറുതായിട്ടുള്ള രീതിയിൽ ഹീറ്റ് ആകത്തുള്ളൂ. കാരണം കറണ്ടാണ്, അത് ഹീറ്റ് എനർജി ആയിട്ട് കുറേയൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ആകുന്നത് യൂഷ്വലാണ്. എന്നാൽ ചില പർട്ടിക്കുലർ ടൈമിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കാരണവുമില്ലാതെ ചാർജ് ചെയ്യാൻ ഇടുന്ന സമയത്ത് ഡിവൈസ് അങ്ങ് ഹീറ്റ് ആവും. അത് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട വയർലെസ് ചാർജിങ് ആണ്, അല്ലെങ്കിൽ മാക്സേഫ് യൂസ് ചെയ്തിട്ടുള്ള വയർലെസ് ചാർജിങ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡിവൈസ് ഹീറ്റ് ആവും. അത് യൂഷ്വലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് വയർലെസ് ചാർജിങ്ങിൻ്റെ ടൈമിൽ ഹീറ്റ് ആവും. ഇനി ഇതിലെ മൂന്നാമത്തെ റീസൺ, പല ആളുകൾക്കും ഈ ഒരു റീസൺ കേൾക്കുമ്പം ഇതൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതി അല്ലെങ്കിൽ കോമഡി ആയിട്ടൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വെതർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യർക്ക് പോലും ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ മെഷീൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അതേ സെയിം സിനാറിയോ തന്നെയാണ് ഇവിടെയും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഐഫോണിന് താങ്ങാൻ സാധിക്കുന്ന ടെമ്പറേച്ചർ മൈനസ് ആയാലും പ്ലസ് ആയാലും സാധിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം തന്നെ സകല ഡീറ്റെയിൽസും ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് നമ്മുടെ ഡിവൈസുകളിലെല്ലാം ചെലുത്തുന്നുണ്ട്. കാരണം നമ്മുടെ റൂമോ അല്ലെങ്കിൽ നമ്മളുള്ള സ്ഥലത്തെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് നമ്മളുടെ ഡിവൈസിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിലെ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹൈ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഗെയിംസും ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിലും ഡിവൈസ് ഓവറായിട്ട് ഹീറ്റ് ആവും. അതിൻ്റെ പുറകിലുള്ള റീസൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐഫോണുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ എഫിഷ്യൻസി കോർ, ഹൈ പെർഫോമൻസ് കോറിനെ പറ്റിയൊക്കെ CPU പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്ത് പറയും. സോ നോർമൽ നമ്മുടെ യൂസേജിൽ ഇപ്പം കോൾ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യാൻ, ഇതുപോലുള്ള ടാസ്കുകൾക്ക് വേണ്ടി ആപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ CPUവിലെ ഹൈ എഫിഷ്യൻസി കോറുകളെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മളൊരു ഗെയിം അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് സമയത്താണോ ഇതിന് കൂടുതൽ പെർഫോമൻസ് ആവശ്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ആ ടൈമിൽ ഹൈ പെർഫോമൻസ് കോർ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ ബാറ്ററി കൂടുതലായിട്ട് ഇതിലേക്ക് പവർ കൊടുക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഡ്രെയിൻ സംഭവിക്കും. അതോടൊപ്പം തന്നെ ഡിവൈസ് ഹീറ്റ് ആവും. ഈ കാര്യങ്ങളൊക്കെ വളരെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിമാൻഡിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഹീറ്റ് ആകുന്നതിൻ്റെ പുറകുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് ആണ് നമ്മുടെ ഡിവൈസ് ഓവർ ഹീറ്റ് ആകുന്നതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഓവർ ഹീറ്റിങ്ങിനെ സോൾവ് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐഫോൺ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നുകൊണ്ടോ അത് ചെയ്യുന്നതുകൊണ്ടോ അല്ല. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ഡിവൈസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ബഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനാണ്. എന്നാൽ അത് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഇത് വർക്കാവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാറ്ററി ഡ്രെയിനിങ്ങും ഓവർ ഹീറ്റിങ്ങും സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടും കാലങ്ങളായിട്ടും അപ്ഡേറ്റ് ചെയ്യാത്ത പല ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ അപ് ടു ഡേറ്റ് ആക്കി കീപ്പ് ചെയ്യുക. ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, നമുക്കറിയാം ആപ്പ് സ്റ്റോറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം അപ്ഡേറ്റുകൾ ആപ്പ് സ്റ്റോറിൽ ഇങ്ങനെ വരാറുണ്ട്.
ഈ ആപ്ലിക്കേഷൻസും നമ്മൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാർജിങ് ടൈമാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതായത് യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം പല ആളുകളും അവരുടെ ഓരോ സാഹചര്യങ്ങളുകൊണ്ടാകും അവർ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഹെൽത്ത് കുറയ്ക്കുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട എനിമിയാണ്. ഇപ്പം 6 മാസം കഴിഞ്ഞു, 98 ആണ് iPhone 15 Proയിലെ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. സൈക്കിൾ കൗണ്ട് 228 ആണ്. സോ ബാറ്ററീനെ അഫക്റ്റ് ചെയ്യുന്ന ബാറ്ററി ഹെൽത്ത് കുറയുന്നതിൻ്റെ പുറകിലുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ബാറ്ററി ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ഒഴിവാക്കുക. കാരണം ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ കേസ് അവോയ്ഡ് ചെയ്യുക. ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ബൾക്കി ആയിട്ടുള്ള പെട്ടെന്ന് ഹീറ്റ് പിടിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സിലിക്കൺ കേസുകളൊക്കെ, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചാർജ് ചെയ്യും. അതോടൊപ്പം തന്നെ വയർലെസ് ചാർജിങ് ഒഴിവാക്കാനല്ല, നമുക്ക് മാക്സേഫ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വയർലെസ് ചാർജേഴ്സ് ഉപയോഗിക്കുക. നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ചാർജർ ഉപയോഗിക്കുക. ഇതിനോടൊപ്പം തന്നെ ബോണസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വാഹനങ്ങളിൽ നമുക്കറിയാം, കാറുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പല അഡാപ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. അങ്ങനെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ ചാർജ് ചെയ്യുമ്പം ഒന്നെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു വണ്ടിയുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ചാർജിങ് പോർട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം. അതും PD ആണെങ്കിൽ അത് നല്ല കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ്, കാറിൽ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ്, നല്ല ക്വാളിറ്റി ഉള്ള PD അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിലെ മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സെറ്റിംഗ്സ് ജനറൽസിൻ്റെ ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ഈ ഓപ്ഷനിൽ പോയിട്ട് ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ചില ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അവർ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രോസസ്സോ അല്ലെങ്കിൽ ലോഡിംഗ് ഒക്കെ ചെയ്തേക്കാം. സോ ഇങ്ങനെയുള്ളത് നമ്മളെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാനും കൂടുതൽ സഹായിക്കും. അതോടൊപ്പം ബാറ്ററി ഓവർ ഹീറ്റ് ആക്കാനും ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ നാലാമത് നമ്മൾ ചേഞ്ച് ചെയ്യണ മറ്റൊരു കാര്യമാണ് ഓട്ടോ ബ്രൈറ്റ്നസ്. സിറിയോട് പറഞ്ഞാൽ എനേബിൾ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഡിവൈസിൻ്റെ ബ്രൈറ്റ്നസ് എനേബിൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഓട്ടോ ബ്രൈറ്റ്നസ് നിങ്ങൾ എനേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പം ഇൻഡോറിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആംബിയൻറ്റ് ലൈറ്റ് അനുസരിച്ച് നമ്മളുടെ ഡിസ്പ്ലേ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതോടൊപ്പം നമ്മൾ വെളിയിൽ പോകുന്ന സമയത്ത് ഔട്ട്സൈഡിലെ ആ ഒരു ലൈറ്റ് അനുസരിച്ചും നമ്മളുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ, അതിപ്പം ഏത് ഫോണായാലും ആ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു DIY ടെക്നിക്കായിട്ട് എടുക്കാനാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഡിവൈസ് ചൂടായി ചുട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വിച്ച് ഓഫ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോവുക, ജനറൽസിൽ പോവുക. ഏറ്റവും താഴെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ ഡിവൈസിൻ്റെ വോളിയം റോക്കേഴ്സ് പ്രസ് ചെയ്തിട്ട് പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാലും നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് ഒരു 5-10 മിനിറ്റ് എങ്കിലും നിങ്ങൾ വെറുതെ വെക്കുക. ഫോൺ വളരെ എളുപ്പത്തിൽ തന്നെ കൂൾ ഡൗൺ ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ ക്യാഷ് ക്ലിയർ ചെയ്യാൻ സാധിക്കും, RAM റീസെറ്റ് ആവും, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഉപയോഗങ്ങളും ഇതിനുണ്ട്. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മുടെ ഡിവൈസ് കീപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ചില സമയങ്ങളിൽ ഇപ്പം അധികം നമുക്ക് ആവശ്യങ്ങളോ അല്ലെങ്കിൽ യൂസേജോ ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ലോ പവർ മോഡിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് ലോ പവർ മോഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പോയി നിങ്ങൾക്ക് ലോ പവർ മോഡിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം 120 Hz ഉള്ള ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഐഫോണുകൾ, iPhone 13, iPhone 14, 15 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 120 Hz എന്നുള്ളത് മാറി 60 Hz ഓവറായിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പല ആക്ടിവിറ്റീസിനെ ഇത് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഡിവൈസിൻ്റെ ഹീറ്റിനെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈസിൻ്റെ ബാറ്ററി ഡ്രെയിനിങ്ങും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിവൈസ് ഓവർ ഹീറ്റ് ആകുന്നതിൻ്റെ പുറകിലുള്ള റീസൺസും അതിനുള്ള സൊല്യൂഷൻസും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒഴിവാക്കാം. അറിയത്തില്ലാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.